Hello friends, welcome to my new video. In this video, we will Infinix Hot 9 unboxing. Infinix Hot 9 ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഞാൻ വാങ്ങുമ്പോൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8500 8500 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെന്റ് മിക്ക ഫോൺസിനൊക്കെ 500 രൂപ പൈസ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിന് ഇപ്പോൾ പ്രൈസ് ഇരിക്കുന്നത് 9000 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് ഇരിക്കുന്നത്. ഇത് 6GB RAM 4GB RAM അതുപോലെ തന്നെ 64GBയുടെ ഇന്ത്യയിലുള്ള ഒരു വേരിയന്റ് ആണ്. ഈ വേരിയന്റ് മാത്രം ഇൻഫിനിക്സ് ഹോട്ട് 9 ഇറക്കിയിട്ടുള്ളൂ. ഒരു 10,000 അണ്ടറിലുള്ള ഫോൺസിൽ വെച്ചിട്ട് ഒരു നല്ല ഫോൺ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ റിയൽമി നാസോ 10 ഈ രണ്ട് ഫോൺസ് ആണ് ഇപ്പോൾ ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇതിന്റെ വേരിയന്റ് 4GB RAM ആയതുകൊണ്ടാണ് ഞാൻ ഈ വേരിയന്റ് എടുത്തത്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 30 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ ഉണ്ട്. പിന്നെ ക്വാഡ് ക്യാമറ ആണ് 13+2+2+, പിന്നെ ഒരു സെൻസിങ് ക്യാമറ ആണുള്ളത്. പിന്നെ ഫ്രണ്ട് 8 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിരിക്കുന്നതാണ് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു 5000 mAh ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ MediaTek Helio P22യുടെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നേരെ ഇതിന്റെ അൺബോക്സിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 ബോക്സ്. ഈ ബോക്സിന്റെ ബാക്കിൽ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് പെർഫോമൻസും സ്പെക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 16.76 സെന്റിമീറ്ററിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ പ്രൈമറി ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ ആണ്. പിന്നെ ഇതിൽ DTS ഓഡിയോ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു XOS 6.0 ഒരു ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ വേരിയന്റ് നോക്കുകയാണെങ്കിൽ 4GB RAM 64GB ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ കാണുമ്പോൾ ഒരുമാതിരി ഡ്യൂ പൊട്ടിച്ച പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാര്യമൊക്കെയാണ് നമുക്കിനി മൊബൈൽ ഈ കളറാണ് വന്നിട്ടുള്ളത്. നമുക്കിനി മൊബൈൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് എടുക്കാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ മൊബൈലിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇതിൽ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ചാർജർ, വൈറ്റ് കളറിലൊരു ചാർജർ, അതുപോലെ തന്നെ ഡാറ്റ കേബിളും വന്നിട്ടുണ്ട്. അല്ല, വൈറ്റ് കളർ തന്നെ, USB ടൈപ്പ് C അല്ല, സാധാ ടൈപ്പ് കേബിളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. ട്രാൻസ്പാരൻറ്റ് കേസാണ് വന്നിട്ടുള്ളത്. യെല്ലോയിഷ് അങ്ങനെ ഡാർക്ക് കളർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പാരൻ്റ് കളറുള്ള ഒരു കേസാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇൻഫിനിക്സിൻ്റെ കുറച്ച് ഗ്യാരണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലും അങ്ങനെ സംഭവങ്ങൾ. പിന്നെ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സിം എജക്ടറിൻ്റെ ടൂളാണ്. നമ്മുടെ സിം ട്രേ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടൂളാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിം എജക്ടറിൻ്റെ ഒരു ടൂൾ വന്നിട്ടുള്ളത്. ഇനി പിന്നെ വന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് നമ്മൾ വേറെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫോണിലും ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവർ തന്നിട്ടുണ്ട്, നമ്മൾ വെറുതെ പോയി ഒന്ന് ഒട്ടിച്ചാൽ മാത്രമേ. നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. നല്ലൊരു ഡിസ്പ്ലേ, തീരെ സ്ക്രാച്ചും സാധാരണ നമ്മൾ ഓൺലൈനിൽ ഒരു സംഭവം വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു പൊടി പോലെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ ബാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം. നല്ല സ്റ്റൈലായിട്ടുള്ള ഡിസ്പ്ലേ വന്നിട്ടുള്ള ഒരു ചെറിയ കട്ടിങ് പോലെ ഉണ്ട്. ഗ്രിപ്പ് അത്യാവശ്യമുണ്ട്, ഭയങ്കര ഗ്ലാസ് ടൈപ്പ് അല്ല, ഗ്രിപ്പ് അത്യാവശ്യമുണ്ട്. ബാക്കിൽ കാണാൻ ട്രിപ്പിൾ ഫ്ലാഷാണ് വന്നിട്ടുള്ളത്, 3 ഫ്ലാഷാണ് വന്നിട്ടുള്ളത്. ഇൻഫിനിക്സ് ഹോട്ട് 9 അതുപോലെ തന്നെ DTSന്റെ ഒരു ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് 9 ഇതിന്റെ ഡിസൈൻ ബൈ ഇൻഫിനിക്സ് അങ്ങനെ സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സൈഡിൽ കാര്യമൊക്കെ നോക്കാം. ലോക്ക് സ്ക്രീൻ, അതുപോലെ ലോക്ക് ബട്ടൺ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ അടിയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണുന്നത് 3.5mm ഒരു ഹെഡ്സെറ്റ് ജാക്ക്, അതുപോലെ തന്നെ മൈക്ക്, പിന്നെ USB ടൈപ്പ് കേബിള്, പിന്നെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. മുകളിലോട്ട് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിം ട്രേ ആണ് വരുന്നത്. ട്രിപ്പിൾ സ്ലോട്ടിൻ്റെ ഒരു ട്രേ ആണ് വരുന്നത്. ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. SIM 1 SIM 2 അതുപോലെ തന്നെ നമുക്ക് SD കാർഡും ഇതിൽ ഒരുമിച്ച്. ഇതാണ് നമ്മുടെ പൗച്ച്. നല്ല പ്രൊട്ടക്ഷൻ ഉള്ള പൗച്ച് തന്നെയാണ്. പക്ക ട്രാൻസ്പാരൻ്റ് ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടാവും. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, നൈസ് ഗ്രിപ്പും അതുപോലെ തന്നെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൗച്ചാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 9 ഒപ്പം നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ക്യാമറ സൈഡിലാണ് വരുന്നത്, വാട്ടർ ഡ്രോപ്പ് ഒന്നുമല്ല. സൈഡിലൊരു 5 ഹോൾ ഡിസ്പ്ലേ ഒരു ക്യാമറ ആണ് നമ്മുടെ ഇതിൽ വരുന്നത്, ഇൻഫിനിക്സ് ഹോട്ട് 9 വരുന്നത്.
പിന്നെ ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിൽ ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ ആണ് വരുന്നത്. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 13 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, പിന്നെ 2 മെഗാ പിക്സൽ, പിന്നെ +2 മെഗാ പിക്സൽ, പിന്നെ ഒരു ഡെപ്ത് സെൻസിംഗ് ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഫ്ലാഷ് കാര്യം നോക്കുകയാണെങ്കിൽ 3 ഫ്ലാഷ്, അതായത് ട്രിപ്പിൾ ഫ്ലാഷ് ആണ് വരുന്നത്. അത്രയ്ക്ക് തന്നെ ക്യാമറയെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് നോക്കാം. ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ XOS അവരൊരു ഡിസ്പ്ലേ സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു കളർ വൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. XOS 6ന്റെ ഒരു ഡിസ്പ്ലേ ആണുള്ളത്. അത്യാവശ്യം നല്ല കളർ സെറ്റ് കുറച്ച് കൂടുതലാണ്. അതായത് നമ്മുടെ ഒരു AMOLED ഡിസ്പ്ലേക്ക് ഒരു ടച്ച് ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. ഇനി ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഫുൾ ഫ്രെയിമിലാണ് ഇട്ടിട്ടുള്ളത് ക്യാമറ. നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റി, നല്ല കളർ സെൻസിങ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫോട്ടോത്തെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഡിലേ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷെയ്ക്കായി പോലൊരു സംഭവം വരുന്നതായിരിക്കും. ഇപ്പോൾ ഫോട്ടോ എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം 4:3 അങ്ങനെ സംഭവം. പിന്നെ സാധാ വീഡിയോ ക്വാളിറ്റി സാധാ പോലൊക്കെ തന്നെ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് വേറെ ഇടാവുന്നതാണ്. ഇൻബിൽഡ് ആയിട്ട് തന്നെ 2-3 ഗെയിംസ് വരുന്നുണ്ട്. നമുക്കത് ആവശ്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കുറച്ച് ലോക്കൽ ഗെയിംസ് ആണ്, അത് ആഡിന്റെ പരമായിട്ട് അങ്ങനെ വരുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. മോളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത്. ഇതിൽ എല്ലാ കാര്യം ഡീറ്റെയിൽസ് എല്ലാ കാര്യം കൊടുത്തിട്ടുണ്ട്. ബൈക്ക് മോഡൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അതുപോലെ 1 ഹാൻഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഈ സംഭവം തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഇനി റിസന്റ് ആപ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊരു പ്രത്യേക ലോഞ്ചറാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സെറ്റിംഗ്സ് എടുത്തിട്ട് നമുക്ക് സെക്യൂരിറ്റിയിലേക്ക് പോകാം. ഫിംഗർ പ്രിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് എന്തോരം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. നല്ല ഡീപ്പായിട്ട് എന്തായാലും സെൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറേ നേരം എടുത്തിട്ടാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ലോക്ക് ചെയ്തിട്ട് എന്തോ ഫാസ്റ്റ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ ഓൺ ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റുള്ള സംഭവം തന്നെയാണ്. ലോക്ക് സ്ക്രീൻ അമർത്തി നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ വരുന്നതാണ്. ചില സമയത്ത് മാത്രം ഒരു സെക്കൻഡ് ഡിലേ വരുന്നുള്ളൂ. അത് വിഷ്വലൈസ് അല്ല. അതെന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പൊടി വരാൻ എന്തെങ്കിലും പാർട്ടിക്കിൾസ് കൂടുതലാകുമ്പോൾ മാത്രം അത്ര ഒരു വിഷയം വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിംഗിൽ നമുക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. ഇതിനെ കുറിച്ചുള്ള കമന്റ്സ് നിങ്ങൾ താഴെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പാക്കലാം.